പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം കേരളത്തിൽ നടന്നു വരികയാണ്. വലിയ പ്രചരണങ്ങളോടെ തുടങ്ങിയ പദ്ധതിക്ക് നല്ല സ്വീകാര്യതയാണ് നമ്മുടെ സംസ്ഥാനത്ത് ലഭിച്ചത്. അതേസമയം എന്താണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ലക്ഷ്യം? പ്രാഥമികമായും പറഞ്ഞാൽ വിദ്യാഭ്യാസം സംരക്ഷിക്കപ്പെടണം. എന്നാൽ ഇന്ന് നടക്കുന്നതോ ക്ലാസ് റൂമുകൾ സ്മാർട്ടാക്കിയുള്ള പുറംമൂടി മാത്രം. ഇത്രയധികം തവണ അവതരിപ്പിക്കപ്പെട്ട മറ്റൊരു വിഷയം നേർക്കണിലുണ്ടായിട്ടില്ല. പറഞ്ഞു വരുന്നത് 66 വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ നടപ്പിലാക്കിയ NSQF അഥവാ നാഷണൽ സ്കിൽ ക്വാളിഫിക്കേഷൻ ഫ്രെയിംവർക്കിനെ കുറിച്ചാണ്. ഈ പാഠ്യപദ്ധതി സംബന്ധിച്ച് ഇനിയും അറിവില്ലാത്തവരിലേക്കായി പറയട്ടെ, എന്താണ് NSQF? വിദ്യാഭ്യാസം തൊഴിൽ പരിശീലനത്തിലൂന്നിയാകണമെന്ന തീരുമാനത്തെ തുടർന്നാണ് UPS സർക്കാർ 2009 നാഷണൽ സ്കിൽ ക്വാളിഫിക്കേഷൻ ഫ്രെയിംവർക്ക് എന്ന പാഠ്യപദ്ധതി രൂപീകരിക്കുന്നത്. 4 സംസ്ഥാനങ്ങളിലെ ഹയർ സെക്കൻഡറി മേഖലയിൽ നടപ്പാക്കിയ പദ്ധതി വിജയിച്ചതോടെ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും തൊഴിൽ നൈപുണ്യ കോഴ്സുകൾ ആരംഭിക്കാൻ തീരുമാനമായി. അന്നത്തെ മാനവ വിഭവശേഷി മന്ത്രിയായിരുന്ന കപിൽ സിബൽ നടപ്പിലാക്കിയ തൊഴിൽ നൈപുണ്യ വികസനം പിന്നീട് വന്ന മോദി സർക്കാർ ഒരു പ്രത്യേക വകുപ്പിന് കീഴിലാക്കി. 2013 ഡിസംബർ 27 കേന്ദ്ര സർക്കാർ NSQF വിജ്ഞാപനം പുറത്തിറക്കിയത്. 3 വർഷം കഴിഞ്ഞ് 2016 ഡിസംബർ 27 അടുത്ത 5 വർഷത്തേക്ക് നടപ്പാക്കേണ്ട പ്രവർത്തനങ്ങളുടെ വ്യക്തമായ നിർദ്ദേശങ്ങളും പ്രസിദ്ധപ്പെടുത്തി. ആദ്യ വിജ്ഞാപനം ഇറങ്ങിയതിന്റെ 5ാം വാർഷിക ദിനമായ 2018 ഡിസംബർ 27 മുതൽ രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയിൽ NSQF അധിഷ്ഠിത തൊഴിൽ വിദ്യാഭ്യാസം നിർബന്ധമാണ്. കേന്ദ്ര ഗവൺമെൻറ് നൽകിയിരിക്കുന്ന സമയം അതിക്രമിച്ചതുകൊണ്ടാണ് കഴിഞ്ഞ വർഷം 66 സ്കൂളുകളിൽ ഇത് നടപ്പിലാക്കേണ്ട അവസ്ഥ വന്നത്. ഈ 66 സ്കൂളുകൾ നടപ്പിലാക്കുമ്പോൾ തന്നെ അന്ന് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് കേരളത്തിലെ എല്ലാ വിദ്യാലയങ്ങളിലും അടുത്ത വർഷം ഈ പാക്കേജ് നടപ്പിലാക്കും എന്നാണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത വർഷം കേരളത്തിലെ 389 വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുകളിലും NSQF പാഠ്യപദ്ധതി നടപ്പിലാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ അടുത്ത വർഷം എല്ലാ വിദ്യാലയങ്ങളിലും നടപ്പിലാക്കുമ്പോൾ മുൻകൂട്ടി ഇത്തവണത്തേതുപോലെ അത് താമസം വരാതെ മുൻകൂട്ടി അവധിക്കാലത്ത് തന്നെ ഈ എല്ലാ അധ്യാപകർക്കും പരിശീലനം നൽകാൻ വേണ്ടിയുള്ള പദ്ധതി സംസ്ഥാന സർക്കാർ ആവിഷ്കരിക്കേണ്ടതുണ്ട്. ആവിഷ്കരിക്കണമെന്ന് അതിശക്തമായി ആവശ്യപ്പെടുന്ന ആളുകളാണ് ഞങ്ങളെല്ലാം. 66 സ്കൂളുകളിൽ തട്ടിക്കൂട്ടി നടപ്പിലാക്കിയ NSQF പാഠ്യപദ്ധതിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? പരാജയമെന്ന് പറഞ്ഞാൽ പോരാ, ഭൂലോക തോൽവിയാണ്. പഠിക്കുന്നതെന്തെന്ന് കുട്ടിക്കോ പഠിപ്പിക്കുന്നതെന്തെന്ന് അധ്യാപകർക്കോ അറിയില്ല. ഇവർ 2 കൂട്ടരും ചെയ്യുന്നതെന്തെന്ന് വിദ്യാഭ്യാസ വകുപ്പിനൊട്ട് നിശ്ചയവുമില്ല. മഹത്തായ പാഠ്യപദ്ധതിയായ VHSE കീറിമുറിച്ച് നടത്തിയ പരിഷ്കാരം ഇല്ലാതാക്കിയത് 10,000-കണക്കിന് കുട്ടികളുടെ ഭാവിയാണ്. (2014-2015) കാലഘട്ടത്തിൽ VHSE കോഴ്സുകളുടെ പരിഷ്കരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്ന സമയത്ത് NSQFുമായി ബന്ധപ്പെട്ട കേന്ദ്ര ഉത്തരവ് പാലിച്ചുകൊണ്ട് പരിഷ്കരണം നടത്തണമെന്ന നിർദ്ദേശം കാറ്റിൽ പറത്തിയാണ് SCERT കരിക്കുലം പരിഷ്കരിച്ച് വിദ്യാർത്ഥികളുടെ ഭാവി വഴിയാധാരമാക്കിയത്. എന്തെങ്കിലും ഒരു വർഷം ഇത് നടപ്പിലാക്കി എന്ന് കാണിക്കാനുള്ള ശ്രമമാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ഈ കോഴ്സുകളെ സംബന്ധിച്ച് ഇപ്പോൾ നമ്മൾ മാധ്യമങ്ങളിലും അതുപോലുള്ള അധ്യാപകരുടെ ഇത് പഠിപ്പിക്കുന്ന അധ്യാപകരുടെ ഇടയിലും ആളുകളുടെ ഇടയിലുമൊക്കെ ഇന്ന കോഴ്സുകളെ സംബന്ധിച്ച് നേരത്തെ തന്നെ ഒരു ചർച്ച നടക്കണ്ടേ? ഇപ്പോൾ ആരെങ്കിലും എവിടെയെങ്കിലും ഇരുന്ന് ഇന്ന കോഴ്സ് ഇന്ന സ്കൂളിലേക്ക്, അത് ഏറ്റവും പ്രധാന പ്രശ്നം നമ്മൾ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി മേഖലയിൽ സബ്ജക്റ്റ് വൈസാണ് ടീച്ചേഴ്സിനെ റിക്രൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അടുത്ത വർഷം ഇന്ന കോഴ്സ് തുടങ്ങുന്നു അതുമായി ബന്ധപ്പെട്ട, അപ്പോൾ അധ്യാപകർക്ക് ഒരു കൊല്ലം മുമ്പെങ്കിലും പരിശീലനം കൊടുക്കണ്ടേ? അത്തരത്തിലുള്ള പരിശീലനം നൽകിയാൽ മാത്രമല്ലേ അവർക്ക് ആ സബ്ജക്റ്റിൽ കുട്ടികൾക്ക് പരിശീലനം നടക്കും. അങ്ങനെയുള്ള ഒരു പ്രിപ്പറേഷനും നടത്തിയിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. VHSE സ്കീം അനുസരിച്ച് 9ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള പാഠ്യപദ്ധതി തയ്യാറാക്കി നൽകുന്നതിനുള്ള ചുമതല മാത്രമാണ് NCERTയുടെ വൊക്കേഷണൽ വിഭാഗമായ PSSIVക്ക് നൽകിയിട്ടുള്ളത്.
NSQF-ന് ദേശവ്യാപകമായി ഏകീകൃത സിലബസ് ഇല്ല. മറിച്ച് ഏകീകൃതമായ NOS അഥവാ ദേശീയ തൊഴിൽ നിലവാരം മാത്രമാണ് ഉള്ളത്. ഇതനുസരിച്ച് സർവകലാശാലകൾ, മറ്റ് സ്ഥാപനങ്ങൾ, ബോർഡുകൾ തുടങ്ങിയവ പ്രത്യേക പാഠ്യപദ്ധതി തയ്യാറാക്കിയാണ് NSQF നടപ്പിലാക്കി വരുന്നത്. VSHSE വിജ്ഞാപന പ്രകാരം സ്കൂളുകളിലെ കൊഴിഞ്ഞുപോക്ക് തടയുന്നതിനും ശാസ്ത്ര മാനവിക വിഷയങ്ങളിൽ പിന്നാക്കം നിൽക്കുന്ന കുട്ടികളെ കണ്ടെത്തി ഒരു വിഷയത്തിനു പകരം തൊഴിൽ നൈപുണ്യ പരിശീലനം നൽകി തൊഴിലിടങ്ങളിൽ ജോലിയും സ്കിൽ അക്കാദമിക് സർട്ടിഫിക്കറ്റും ഉറപ്പാക്കുന്ന തരത്തിലാണ് NSQF വിഭാവനം ചെയ്തിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പഠന സമയത്ത് തന്നെ തൊഴിലിടങ്ങളിൽ നേരിട്ട് പരിശീലനം നൽകണം. എന്നാൽ കോഴ്സ് തുടങ്ങി 1 വർഷമാകുമ്പോഴും സ്കൂളുകളിൽ ലാബ് സൗകര്യങ്ങളോ പാഠപുസ്തകങ്ങളോ എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. 3 മാസം കൊണ്ട് പഠിപ്പിച്ചു തീർക്കേണ്ട വിഷയങ്ങളിലാണ് ഈ അനിശ്ചിതത്വം എന്നുകൂടി ഓർക്കണം. ഇതിന് പരിശീലിപ്പിക്കേണ്ട അധ്യാപകരെന്ന് പറയുന്നത്, അവരെ വിളിക്കുന്നത് ട്രെയിനേഴ്സ് എന്നാണ്. അവർക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ട യോഗ്യത എന്ന് പറയുന്നത് 10 ദിവസത്തെ ഒരു പരിശീലന പരിപാടി, അല്ലെങ്കിൽ അതിന് TOT എന്ന് ചുരുക്കി പറയും, ട്രെയിനിങ് ഓഫ് ട്രെയിനേഴ്സ് എന്നാണെന്ന് പറയുക. 10 ദിവസത്തെ TOT കൊടുത്തിട്ടുള്ള അധ്യാപകരെ അല്ലെങ്കിൽ ട്രെയിനേഴ്സിനെ കൊണ്ട് മാത്രമാണ് ഈ NSQF-ൻ്റെ അടിസ്ഥാനത്തിൽ തൊഴിൽ നൈപുണ്യം പരിശീലിപ്പിക്കാൻ. അങ്ങനെയാണ് ഈ നിയമം പറയുന്നത്. പക്ഷേ നമ്മുടെ സംസ്ഥാനത്തെ ഈ 66 വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 145ഓളം അധ്യാപകർക്ക് അല്ലെങ്കിൽ ട്രെയിനേഴ്സിന് ഇപ്പോഴും അധ്യയന വർഷം ഏതാണ്ട് 2ാമത്തെ ടേം കഴിഞ്ഞ് 3ാമത്തെ ടേമിൽ അവസാന ഘട്ടത്തിലേക്ക് പോകുന്ന സമയത്തും ഇവർക്ക് പ്രാഥമികമായിട്ട് അല്ലെങ്കിൽ കോഴ്സ് ആരംഭിക്കുന്നതിന് മുമ്പേ ചെയ്യേണ്ട പരിശീലനം പോലും പൂർത്തിയാക്കാൻ സാധിക്കാത്ത ഒരവസ്ഥയിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. NSQF പരിഷ്കരണത്തിന്റെ പേരിൽ നടന്നത് കോടികളുടെ ധൂർത്താണ്. പ്രത്യേക സെൽ രൂപീകരിച്ച് വർക്കിംഗ് അറേഞ്ച്മെന്റിന്റെ പേരിൽ നിയമനങ്ങൾ പലതും നടത്തി. പദ്ധതി നടത്തിപ്പിനായി യാത്ര ചെയ്തും പണം പൊടിച്ചു. എന്നിട്ട് കൊണ്ടുവന്നതോ ദക്ഷിണേന്ത്യയിൽ പോലും ജോലി സാധ്യതയില്ലാത്തതും അംഗീകാരമില്ലാത്തതുമായ കോഴ്സുകൾ. 2020 പഠിച്ചിറങ്ങുന്ന 66 സ്കൂളുകളിലെ കുട്ടികൾക്ക് +2 തത്തുല്യ യോഗ്യതയ്ക്കപ്പുറം മറ്റൊന്നും പ്രതീക്ഷിക്കാനാകില്ല. അഞ്ചു വർഷം സമയമുണ്ടായിട്ടും വലതിടത് സർക്കാരുകൾ NSQF നടപ്പാക്കുന്നതിൽ ഗുരുതര വീഴ്ചയാണ് കാണിച്ചത്. പരിഷ്കരണത്തിന്റെ പേരിൽ ചർച്ചകളും പ്രവർത്തനങ്ങളും നീണ്ടുപോയതൊഴിച്ചാൽ എടുത്തു പറയാനായി പിഴവുകൾ മാത്രമാണ്. 66 സ്കൂളുകളിൽ കഴിഞ്ഞ വർഷം മുതൽ നടപ്പിലാക്കിയ 11 കോഴ്സുകളിൽ പലതിനും അടിസ്ഥാന യോഗ്യത 5ാം ക്ലാസും 6ാം ക്ലാസുമാണ്. അതുമാത്രമല്ല, തിരഞ്ഞെടുത്ത കോഴ്സുകളിൽ മിക്കതും കാലാവധി കഴിഞ്ഞതും നാഷണൽ ക്വാളിഫിക്കേഷൻ രജിസ്റ്ററിൽ ഉൾപ്പെടാത്തതുമാണ്. ഇതു സംബന്ധിച്ച കൂടുതൽ തെളിവുകൾ ഇവിടെ പുറത്തുവിടുകയാണ്. നിലവിലിവിടെ തുടർന്നു വരുന്ന ഗാർഡനർ എന്ന കോഴ്സിന്റെ കാലാവധി 2016 മാർച്ച് 31 അവസാനിച്ചതാണ്. നിലവിൽ അംഗീകാരമുള്ളത് അസിസ്റ്റന്റ് ഗാർഡനർ എന്ന പരിഷ്കരിച്ച കോഴ്സിന് മാത്രമാണ്. കേബിൾ ജോയിന്റ് ഇലക്ട്രിക്കൽ പവർ സിസ്റ്റം എന്ന കോഴ്സിന് അംഗീകാരം 2018 ജൂലൈ 19 അവസാനിച്ചു. ഇനി ബാക്കിയുള്ള കോഴ്സുകൾക്ക് നാഷണൽ ക്വാളിഫിക്കേഷൻ രജിസ്റ്ററിന്റെ അംഗീകാരമുണ്ടോ എന്ന് കൂടി പരിശോധിക്കാം. നാഷണൽ ക്വാളിഫിക്കേഷൻ രജിസ്റ്റർ അഥവാ NQRൽ ഉൾപ്പെട്ട കോഴ്സുകൾ മാത്രമാണ് 140 രാജ്യങ്ങൾ അംഗീകരിച്ചിട്ടുള്ളത്. കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴുള്ള 11 കോഴ്സുകളിൽ ഒന്നുപോലും സംസ്ഥാന സർക്കാരിന്റെ ഒരു വകുപ്പിന്റെ സ്പെഷ്യൽ റൂളുകളിൽ പോലും യോഗ്യതയായി നിശ്ചയിക്കപ്പെട്ടിട്ടില്ല. കാലാവധി കഴിഞ്ഞതും അംഗീകാരമില്ലാത്തതുമായ കോഴ്സുകൾ പഠിച്ച കുട്ടികൾ വഞ്ചിക്കപ്പെട്ടുവെന്ന് ചുരുക്കം. ഈ സാഹചര്യം നിലനിൽക്കെയാണ് പണം മുടക്കി ഈ കോഴ്സുകളിൽ അധ്യാപകർക്ക് വൈകി ട്രെയിനിംഗ് നൽകുന്നതും പരീക്ഷ കഴിഞ്ഞ് ലാബ് സൗകര്യങ്ങൾ ഒരുക്കി ധൂർത്ത് നടത്തുന്നതും. വേണ്ടത്ര മുന്നൊരുക്കം ചെയ്യാത്തതിൻ്റെ പേരിൽ ഇപ്പോൾ കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട ചില കോഴ്സുകൾ സംഘടിപ്പിച്ച സമയത്ത് ITCP എന്ന് പറഞ്ഞ ആ കോഴ്സൊക്കെ തുടങ്ങിയ സമയത്ത് ഈ ITCP കോഴ്സ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ 9-10 ക്ലാസ്സുകളിൽ സ്കൂൾ ക്ലാസ്സുകളിൽ പഠിപ്പിക്കേണ്ട ഒരു കോഴ്സാണ്. ഇൻസ്റ്റലേഷൻ ടെക്നീഷ്യൻ അതാണ്. പക്ഷേ അത് 11-12 ക്ലാസ്സുകളിലേക്ക് വരുമ്പോൾ അതിന് ലെവൽ മാറും.
3-4 ലെവലിലേക്ക് മാറും. അത് സ്വാഭാവികമായിട്ടും ഫീൽഡ് ലെവലിലേക്കുള്ള ഒരു പുരോഗതി അതിലുണ്ടാകണം. രാജ്യാന്തര നിലവാരമുള്ള ഇത്തരം കോഴ്സ് കൊടുക്കാൻ അല്ലെങ്കിൽ ഇത്തരം പരിശീലനം കൊടുക്കാൻ കെൽപ്പുള്ള അതിന് ശേഷിയുള്ള ഏജൻസികൾ നമ്മുടെ നാട്ടിലുണ്ട്. ഇപ്പോൾ KSEB ഉണ്ട്, BSNL ഉണ്ട്, അങ്ങനെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിൽ തന്നെയുണ്ട്. പക്ഷേ ഇവരെ നേരത്തെ പറഞ്ഞതുപോലെ SSCയുടെ ഈ സെക്ടർ സ്കിൽ കൗൺസിലിൻ്റെ അപ്രൂവൽ വാങ്ങി ഈ സ്ഥാപനങ്ങളെ അതിന് പ്രാപ്തരാക്കി എടുക്കുവാൻ നമ്മുടെ സർക്കാരോ അല്ലെങ്കിൽ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ഏജൻസികൾ നമ്മുടെ ഡയറക്ടറേറ്റിനോ സാധിച്ചില്ല. 389 വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ 66 ഇടത്ത് നടപ്പിലാക്കിയ NSQ പാഠ്യപദ്ധതി മുഴുവൻ സ്കൂളുകളിലും നടപ്പിലാക്കുമോ? അങ്ങനെയെങ്കിൽ ഫണ്ട് ലഭിക്കാത്ത എയ്ഡഡ് സ്കൂളുകളിൽ ഏത് തരത്തിലാകും അത് പ്രാബല്യത്തിൽ വരിക? അതേസമയം 9ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ NSQF നടപ്പാക്കണമെന്നിരിക്കെ സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ ഇത് എപ്പോൾ നടപ്പിൽ വരും? 66 സ്കൂളുകളിൽ നടപ്പിലാക്കിയ NSQF ബാക്കി വരുന്ന മുഴുവൻ സ്കൂളുകളിലും നടപ്പാക്കുമെന്നാണ് നേരത്തെ പുറത്തുവന്ന വിവരം. അതേസമയം ഇത്രത്തോളം അപാകതകൾ നിലനിൽക്കെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇത് എങ്ങനെയാണ് കഴിയുക? കേരളത്തിൽ യാതൊരു തൊഴിൽ സാധ്യതയുമില്ലാത്ത കോഴ്സുകൾ തിരഞ്ഞെടുത്ത് കുട്ടികളെ വീണ്ടും വിഡ്ഢികളാക്കാനാണോ നീക്കം? പാഠ്യപദ്ധതി കേരളത്തിൽ ഇനി പരിഷ്കരിക്കേണ്ട ആവശ്യകതയെ സംബന്ധിച്ച് സർക്കാർ തന്നെ പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം, ദേശീയ സർക്കാർ മുന്നോട്ട് വച്ചിരിക്കുന്ന തൊഴിൽ നൈപുണ്യ വിദ്യാഭ്യാസം കേരളത്തിലെ പാഠ്യപദ്ധതിയിൽ ഉൾച്ചേർക്കുക എന്നതാണ്. അപ്പോൾ അതുകൂടി ഉൾപ്പെടെ 1ാം ക്ലാസ് മുതൽ പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും തൊഴിൽ മനോഭാവം സൃഷ്ടിക്കാനും 12ാം ക്ലാസ് പൂർത്തീകരിക്കുമ്പോൾ അവനൊരു തൊഴിൽ ശേഷി നേടാനും കഴിയുന്ന, എന്നാൽ ഉയർന്ന ഉന്നത വിദ്യാഭ്യാസത്തിൽ പഠിച്ചു പോകേണ്ടവർക്ക് അതിനുള്ള സാധ്യതയും ഒരുക്കുന്ന ഒരു പാഠ്യപദ്ധതിയാണ് സർക്കാർ രൂപീകരിക്കുന്നതിനെ സംബന്ധിച്ച് ആലോചിക്കുന്നത്. 2018 ഡിസംബർ 27-നുള്ളിൽ എല്ലാ തൊഴിലധിഷ്ഠിത കോഴ്സുകളും NSQF-ലേക്ക് മാറണമെന്ന നിർദ്ദേശം കേരളം പാലിക്കാതെ വന്നതോടെ കേന്ദ്ര ഫണ്ട് നിലച്ചിരിക്കുകയാണ്. അതോടൊപ്പം 9ാം ക്ലാസ് മുതൽ തുടങ്ങേണ്ട ലെവൽ 1ഉം 12ാം ക്ലാസ്സിൽ അവസാനിക്കുന്ന ലെവൽ 4ഉം എന്ന് നടപ്പാക്കുമെന്ന് ആർക്കും നിശ്ചയമില്ല. ഇതു സംബന്ധിച്ച് ഹയർ സെക്കൻഡറി തലത്തിൽ ചർച്ചകൾ പോലും തുടങ്ങിയിട്ടില്ല. കേന്ദ്ര ഗവൺമെന്റിന് കീഴിൽ നടക്കുന്ന മത്സര പരീക്ഷകൾക്കും തുടർ പഠനങ്ങൾക്കും പൊതുമേഖലാ സ്ഥാപനത്തിലേക്കും NSQF സർട്ടിഫിക്കറ്റ് അഭികാമ്യമാണ്. ഈ സ്ഥിതി നിലനിൽക്കെ കേന്ദ്ര നിർദ്ദേശം മറികടന്നുള്ള എന്ത് നീക്കമാണ് സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് ലക്ഷ്യമിടുന്നത്? കുട്ടികൾക്ക് വളരെ സെക്കൻഡ് ടൈം ആകുന്ന അവസരത്തിലാണ്, ഫസ്റ്റ് ടൈം കഴിഞ്ഞതിന് ശേഷമാണ് അതിൻ്റെ ഒരു ഇന്നതൊക്കെ പഠിക്കണം എന്നുള്ള തരത്തിലുള്ള ഒരു അറിയിപ്പുകൾ തന്നെ സ്കൂളുകളിൽ വന്നത്. അധ്യാപകരെ സംബന്ധിച്ച് ഇന്ന പ്രാക്ടിക്കലിന് ഇന്നത് പഠിപ്പിക്കണം എന്നൊന്നും വ്യക്തമായിട്ടില്ല. പക്ഷേ ഇപ്പോൾ അവർ 11ാം ക്ലാസ്സിൽ കഴിഞ്ഞ വർഷം തുടങ്ങിയ കോഴ്സിന് പരീക്ഷ പ്രഖ്യാപിച്ചപ്പോൾ അശാസ്ത്രീയമായ രീതിയാണ്. കാരണം വൊക്കേഷണൽ കോഴ്സ് പഠിക്കുന്ന കുട്ടിക്ക് പ്രാക്ടിക്കലിനാണ് കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത്. ഇപ്പോൾ ഇവർ 50 മാർക്ക് തിയറിക്കും 30 മാർക്ക് പ്രാക്ടിക്കൽ ഇവാലുവേഷനും 20 മാർക്കിൻ്റെ ഒരു പ്രോജക്റ്റ് അനാലിസിസ് എന്നുവെച്ചാൽ ടീച്ചേഴ്സ് ഇടുന്ന ഇൻറ്റേർണൽ അസസ്മെൻ്റ് എന്ന തരത്തിൽ അങ്ങനെ 100 മാർക്കിനാണ് വെച്ചേക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, അടുത്ത വർഷം സ്കൂൾ ആരംഭിക്കാൻ ഇനി മാസങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ അക്കാഡമിക് ഇയർ തീരാറായി. അടുത്ത വർഷത്തെ എങ്ങനെ തുടങ്ങും, എങ്ങനെ ആരംഭിക്കും എന്നുള്ളത് സംബന്ധിച്ച് ഇതുവരെ ഒരാലോചന നടത്തിയിട്ടില്ല. ഫെബ്രുവരി 12 മുതൽ പ്രാക്ടിക്കൽ പരീക്ഷകൾ ആരംഭിക്കുകയാണ്. 66 സ്കൂളുകളിലെ കുട്ടികൾ നാളിതുവരെ പ്രാക്ടിക്കൽ ലാബുകൾ കണ്ടിട്ട് കൂടിയില്ല. 66 സ്കൂളുകളിൽ നടപ്പിലാക്കി വിജയിപ്പിക്കാൻ കഴിയാത്ത ഈ പദ്ധതി എങ്ങനെയാണ് സംസ്ഥാനത്തെ മുഴുവൻ സ്കൂളുകളിലും നടപ്പിലാക്കാനാവുക? കേരളത്തിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന NSQF-ന്റെ തുടക്കവും അവസാനവും ഒരുമിച്ച് കാണേണ്ടി വരുമോ എന്ന ആശങ്കയിലാണ്. നിലവിലെ 35 VHSE കോഴ്സുകൾക്ക് സമാനമായ കോഴ്സുകൾ NQR-ൽ നിന്ന് തിരഞ്ഞെടുക്കാമെന്നിരിക്കെ നിലവാരം കുറഞ്ഞതും 350 മണിക്കൂറിൽ താഴെയുള്ള കോഴ്സുകളും തുടങ്ങിയത് ആരുടെ താൽപ്പര്യം സംരക്ഷിക്കപ്പെടാനാണ്? ഈ കോഴ്സുകൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്, കോഴ്സുകൾ ഫ്രെയിം ചെയ്തിരിക്കുന്നത് യഥാർത്ഥത്തിൽ കേരളത്തിലല്ല. നാഷണൽ സ്കിൽ ക്വാളിഫിക്കേഷൻ ഫ്രെയിംവർക്കിൻ്റെ ദേശീയ തലത്തിലുള്ള കരിക്കുലം രൂപീകരണ സമിതിയാണ് ഈ കോഴ്സുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ആ കോഴ്സുകളിൽ മാറ്റം വരുത്താൻ നമുക്ക് അവകാശമില്ല എന്നുള്ളതുകൊണ്ടാണ് ആ കോഴ്സുകൾ പലതും അതേപടി കേരളത്തിൽ രൂപീകരിക്കേണ്ടി വന്നത്. യഥാർത്ഥത്തിൽ ആ കോഴ്സുകൾ 12ാം ക്ലാസ്സിൽ കേവലം 360 അല്ലെങ്കിൽ 400 മണിക്കൂറിന് ശേഷമോ
അവർ പഠനം നടത്തി കേവലമായ ഉപരിപഠനത്തിന് യാതൊരു അർഹതയും ലഭിക്കാത്ത ഒരു തൊഴിൽ ശേഷി മാത്രം നേടാൻ കുട്ടികളെ പ്രാപ്തമാക്കുന്ന കോഴ്സുകളാണ് അതിൽ പലതുമുള്ളത്. അത്തരം ഒരു കോഴ്സിന് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മണ്ഡലത്തിൽ യാതൊരു പ്രസക്തിയില്ല. നമ്മുടെ വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾ ഉന്നത പഠനത്തിന് പോകാൻ ആഗ്രഹിക്കുന്നവരാണ് അധികം പേരും. അതുകൊണ്ട് ദേശീയ പാഠ്യപദ്ധതി മുന്നോട്ട് വച്ചിരിക്കുന്ന ദേശീയ NSQF കരിക്കുലം മുന്നോട്ട് വച്ചിരിക്കുന്നത് നമുക്ക് അംഗീകരിക്കുകയും വേണം. എന്നാൽ കേരളത്തിൻ്റെ സാധ്യത അനുസരിച്ച് ഇത് മാറുകയും വേണം. VHSCക്ക് സമാനമായ കോഴ്സുകളുടെ ജോബ് റോളുകൾ തിരഞ്ഞെടുത്തിരുന്നെങ്കിൽ പേര് മാറ്റാതെ തന്നെ അത് നിലനിർത്തി യോഗ്യതയും അംഗീകാരവും നേടിയെടുക്കാമായിരുന്നു. അതൊഴിവാക്കി അന്ധൻ ആനയെ കണ്ടതുപോലെ ആകേണ്ടിയിരുന്നില്ല ഈ പരിഷ്കരണം. സംസ്ഥാന സർക്കാരിന്റെ കീഴിലെ ടെക്നിക്കൽ സ്കൂളുകളിലും സമാന പറ്റിക്കൽ തുടരുകയാണ്. ഇതിൻ്റെ ഇരകളായിത്തീരുന്ന, ഇരകൾ എന്നുള്ള വാക്ക് തന്നെ ഞാൻ ഉപയോഗിക്കുകയാണ്, ഇപ്പോഴത്തെ കുട്ടികളുടെ ആശങ്ക പരിഹരിക്കുക. ഇനി ഭാവിയിൽ ഈ കോഴ്സിലേക്ക് വരാൻ തയ്യാറാകുന്ന അല്ലെങ്കിൽ വരേണ്ട കുട്ടികളുടെ അവർക്ക് ഇത്തരം ആശങ്കകൾ ഉണ്ടാകാതെ സ്വാഭാവികമായിട്ടും ഈ കോഴ്സ് പൂർത്തിയാക്കി പോകാനുള്ള സാഹചര്യം ക്രിയേറ്റ് ചെയ്യുക, ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഗവൺമെൻറ് ചെയ്യേണ്ടത്. ഈ അശാസ്ത്രീയമായി ഇത് നടപ്പിലാക്കിയോണ്ട് ബുദ്ധിമുട്ട് വരാൻ പോകുന്നത് +2 കഴിയുമ്പോൾ ഈ ഇപ്പോഴത്തെ കുട്ടികൾ +2 കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ അവരുടെ ആ കോഴ്സിന് അംഗീകാരമുണ്ടോ, പട്ടാളത്തിൽ ചേരാൻ പറ്റുമോ, അല്ലെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിൽ ഡിഗ്രി കോഴ്സിനും എഞ്ചിനീയറിങ്ങിനൊക്കെ പോകാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ അവ്യക്തത ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. NSQF വിജ്ഞാപനത്തിന്റെ 5ാം വാർഷികമായ 2018 ഡിസംബർ 27 ശേഷം കേരളത്തിൽ നടത്തപ്പെടുന്ന എല്ലാ സ്കിൽ അധിഷ്ഠിത കോഴ്സുകളുടെയും അംഗീകാരം സ്വാഭാവികമായും ഇല്ലാതായി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ VHSC വകുപ്പ് നടത്തുന്ന 35 വൊക്കേഷണൽ കോഴ്സുകളുടെയും കരിക്കുലം NSQF അധിഷ്ഠിതമാക്കുന്നതിനുള്ള അടിയന്തര നടപടി യുദ്ധകാലാടിസ്ഥാനത്തിൽ സ്വീകരിക്കേണ്ടതുണ്ട്. അതുണ്ടാകാത്ത പക്ഷം അംഗീകാരമില്ലാത്ത കോഴ്സുകളിൽ പ്രവേശനം നേടുന്ന വിദ്യാർത്ഥികൾ ദൂരവ്യാപക പ്രത്യാഘാതത്തിന് ഇരകളായി മാറും. ഉദ്ഘാടന ചടങ്ങുകൾക്ക് മാത്രം സെക്രട്ടേറിയറ്റിൽ നിന്ന് പുറത്തിറങ്ങാറുള്ള വിദ്യാഭ്യാസ മന്ത്രി ഇതൊന്നും കാണുന്നില്ലേ? പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം പുറമോടിയിൽ മാത്രം ഒതുങ്ങുമ്പോൾ വിദ്യാർത്ഥികളുടെ അക്കാദമിക നിലവാരത്തെപ്പറ്റി ആരും ചിന്തിക്കുന്നത് കൂടിയില്ല. ഇവിടെ വഞ്ചിക്കപ്പെട്ട കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും ആശങ്കകൾക്ക് ആരാണ് പരിഹാരം കാണുക? പരിപാടിയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. വിലാസം: പ്രൊഡ്യൂസർ, നേർക്കണ്ണ്, കൗമുദി TV, പേട്ട, തിരുവനന്തപുരം. ഫോൺ നമ്പർ 9946108174. മറ്റൊരു നേർക്കാഴ്ചയുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം.